നമ്മൾ ഇന്നത്തെ ഇവിടെ പരിശോധിക്കുന്ന വാട്സപ്പിനകത്തുള്ള ഒരു സെക്യൂരിറ്റിയും ആ സെക്യൂരിറ്റിയുമായി ബന്ധപ്പെട്ട് പല ആളുകൾക്കുള്ള സംശയമാണ്. തീർച്ചയായിട്ടും വീഡിയോ മുഴുവനായി കണ്ടു നോക്കുക. നിങ്ങൾക്കൊക്കെ ഈ പ്രശ്നം ഉണ്ടായിട്ടുണ്ടാവും. അപ്പോൾ എന്താണ് ആ വാട്സപ്പിനകത്തുള്ള പുതിയ ഫീച്ചർ, അതെന്തിനാണ് ആ ഫീച്ചർ കൊണ്ടുവന്നത്, ആ ഫീച്ചർ കൊണ്ട് നമുക്കുള്ള ബുദ്ധിമുട്ടും അതുപോലെ തന്നെ അതുകൊണ്ടുള്ള സൗകര്യം നമ്മൾ നോക്കുന്നത്. വീഡിയോ അവസാനം വരെ കണ്ടു നോക്കുക. നിങ്ങളുടെ സുഹൃത്തുക്കൾ കൂടി വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ അത് കാണിച്ചതിന് വേണ്ടി യൂട്യൂബിനകത്ത് ഞാനൊരു വീഡിയോ ലിങ്ക് കോപ്പി ചെയ്യാണ്. അപ്പോൾ ഞാനിവിടെ ഒരു ചാനലിൻ്റെ ഒരു ന്യൂസ് ഇവിടെ നിന്ന് കോപ്പി ചെയ്യാണ്. ലിങ്ക് കോപ്പി ചെയ്തു. അതിനുശേഷം ഞാനിപ്പോൾ കാണിച്ചു തരാം. ഞാനിപ്പോൾ വാട്സപ്പ് ഓപ്പൺ ചെയ്ത് വാട്സപ്പിൽ നിന്നൊരു കോൺടാക്റ്റിൽ ഞാൻ ആ ലിങ്ക് ഇവിടെ പേസ്റ്റ് ചെയ്യാണ്. അപ്പോൾ ഇപ്പോൾ നമുക്ക് കാണാൻ സാധിക്കും യൂട്യൂബിനകത്തുള്ള ആ വീഡിയോ, ആ ചാനലിലെ വാർത്തയുമായി ബന്ധപ്പെട്ടുള്ള തമ്പനിലൊക്കെ ഇവിടെ കാണുന്നുണ്ട്. എന്നാൽ ചില ആളുകൾ പറയുന്നത് അവരുടെ ലിങ്ക് അവർ ടൈപ്പ് ചെയ്യുന്ന സമയത്ത്, ലിങ്ക് ആഡ് ചെയ്യുന്ന സമയത്ത് ഇത്തരത്തിൽ തമ്പനയിൽ വരുന്നില്ല എന്നാണ് പറയുന്നത്. കാണാൻ സാധിക്കും അതേ ലിങ്ക് ഞാൻ രണ്ടാമത് ക്ലിക്ക് ചെയ്തപ്പോൾ ഇവിടെ കാണുന്നത് നമുക്കതിൻ്റെ തമ്പനയിൽ കാണുന്നില്ല. ഞാൻ കുറേ നേരം കാത്തിരുന്നു, തമ്പനയിൽ വരുന്നില്ല. ഞാൻ സെൻഡ് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ രണ്ടാമത്തെ ലിങ്കായിട്ടും ആദ്യം അയച്ചതിൻ്റെ കൂടെ നമുക്കതിൻ്റെ ഫോട്ടോസും ന്യൂസിൻ്റെ എന്താണ് ആ ന്യൂസ് എന്നുള്ളതിൻ്റെ ഒരു ഷോട്ട് നമുക്കിവിടെ കാണാൻ സാധിക്കും. തമ്പനയിലും അതിൻ്റെ ഫോട്ടോസൊക്കെ കാണാൻ സാധിക്കും. അപ്പോൾ ചില ആളുകളുടെ വാട്സപ്പിൽ ഇതുപോലെ ലിങ്ക് പേസ്റ്റ് ചെയ്യുന്ന സമയത്ത് ഇതുപോലെ തമ്പനയിലൊന്നും വരുന്നില്ല എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അതെന്തുകൊണ്ടാണെന്നുള്ളത് ഞാൻ കാണിച്ചു തരാം. വാട്സപ്പ് ഓപ്പൺ ചെയ്ത് ഏറ്റവും മുകളിലുള്ള ഈ 3 ഡോട്ട് ക്ലിക്ക് ചെയ്ത് ഇവിടെ സെറ്റിങ്സിൻ്റെ ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് ഇവിടെ നമ്മൾ പ്രൈവസി എന്നൊരു സെറ്റിങ്സ് കാണും. ഈ പ്രൈവസി ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം താഴെ ഭാഗത്തേക്ക് വന്നാൽ ഇവിടെ കാണാം അഡ്വാൻസ്ഡ് എന്നൊരു സെറ്റിങ്സ് ഏറ്റവും അവസാനം. ഈ അഡ്വാൻസ് സെറ്റിങ്സിനകത്ത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇവിടെ കാണാം ഡിസേബിൾ ലിങ്ക് പ്രിവ്യൂ എന്നുള്ള ഓപ്ഷൻ. ഇത് ഓൺ ആയിരിക്കും. അതുകൊണ്ടാണ് നിങ്ങൾക്ക് ലിങ്ക് മാത്രമായിട്ട് സെൻഡ് ആകുന്നത്. നിങ്ങൾക്ക് അതിൻ്റെ ഫോട്ടോസും അതിൻ്റെ ഡീറ്റെയിൽസ് ഒന്നും കാണാത്തത് അതുകൊണ്ടാണ്. അപ്പോൾ ഇത് ഓഫ് ചെയ്ത് കൊടുത്താൽ നിങ്ങൾക്ക് ലിങ്കൊക്കെ പ്രിവ്യൂ ആയിട്ട് കാണിക്കും. അപ്പോൾ പ്രിവ്യൂ ചെയ്യാതിരിക്കുന്നതിന് വേണ്ടി ഈ സെറ്റിങ്സ് ഇവിടെ ഓൺ ചെയ്ത് വെച്ചുകൊണ്ടാണ് നമുക്ക് ലിങ്ക് മാത്രമായിട്ട് സെൻഡ് ആകുന്നത്. അപ്പോൾ ഇത് അത്തരത്തിൽ പ്രശ്നമുള്ള ആളുകൾ ഇതൊന്ന് ഓഫ് ചെയ്ത് കൊടുത്താൽ മതി. എന്നാൽ നിങ്ങൾക്ക് നിങ്ങളുടെ ലിങ്കിനോട് കൂടെ തന്നെ എല്ലാ ഡീറ്റെയിൽസും വരും. പക്ഷേ ഇതിനകത്ത് 3 സെറ്റിങ്സ് പ്രധാനമായിട്ട് കാണാൻ സാധിക്കും. ഇവിടെ നമ്മൾ പറഞ്ഞ ഈ ഡിസേബിൾ ലിങ്ക് പ്രിവ്യൂ എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സെറ്റിങ്സാണ്. അധികവും നമ്മുടെ യൂട്യൂബ് ലിങ്കിൽ എന്തെങ്കിലും സ്പാം ആയിട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും ഹാക്കിങ്ങോ ഒക്കെ വരുന്നുണ്ടെങ്കിൽ ആ ലിങ്ക് ഇപ്പോൾ നിങ്ങൾക്ക് ഇവിടെ ഈ ഡിസേബിൾ ലിങ്ക് പ്രിവ്യൂ എന്നുള്ളത് യൂട്യൂബിൽ നിന്ന് മാത്രമല്ല, നിങ്ങൾക്ക് ഏത് പ്ലാറ്റ്ഫോമിൽ നിന്നൊരു ലിങ്ക് വരികയാണെങ്കിലും അത് നമുക്കതിൻ്റെ തമ്പനിൽ വരാതിരിക്കുന്നതിന് വേണ്ടി ഇതൊക്കെ ഓൺ ചെയ്ത് കൊടുത്താൽ മതി. ഇത് ഓൺ ചെയ്ത് കൊടുക്കുന്നതുകൊണ്ടുള്ള ഗുണം നിങ്ങൾക്കിവിടെ കാണാൻ സാധിക്കും. നിങ്ങളുടെ IP അഡ്രസ്സ് പ്രൊട്ടക്റ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ഇത് ഓൺ ചെയ്ത് വെക്കുന്നത്. ഇത് ഓൺ ചെയ്ത് വെച്ചാൽ ലിങ്ക് മാത്രമേ കാണുള്ളൂ. ലിങ്കുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് അതിൻ്റെ തമ്പനൽ ഡീറ്റെയിൽസ് കാണില്ല. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ IP അഡ്രസ്സ് അവർക്ക് ട്രാക്ക് ചെയ്യാൻ സാധിക്കില്ല. ഇവിടെ കാണാം തേർഡ് പാർട്ടി വെബ്സൈറ്റുകളിലേക്കൊക്കെ ഉള്ള ലിങ്ക് ഇത്തരത്തിൽ ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ ആ ലിങ്ക് വെച്ച് നമ്മൾ IP അഡ്രസ്സ് ട്രാക്ക് ചെയ്യാൻ അവർക്ക് സാധിക്കില്ല. അതുകൊണ്ട് ഇത് തീർച്ചയായിട്ടും എനേബിൾ ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത്. അത് രണ്ടാമത്തെ ഏറ്റവും മുകളിലെ സെറ്റിങ്സ് പ്രൊട്ടക്റ്റ് IP അഡ്രസ് ഇൻ കോൾ. ഇത് നമ്മൾ എനേബിൾ ചെയ്ത് വെക്കണം. ഇത് നമ്മൾ വാട്സപ്പിൽ കോൾ ചെയ്യുന്ന ആളുകളാണ് എല്ലാവരും. വിദേശത്തുള്ളവർക്ക് വാട്സപ്പ് കോൾ ബാൻ ആണെങ്കിലും ഇന്ത്യയിലുള്ള ആളുകളൊക്കെ കോൾ ചെയ്യുന്ന വാട്സപ്പ് ഉപയോഗിച്ചുകൊണ്ടാണ്. അതുകൊണ്ട് തന്നെ വാട്സപ്പ് കോൾ ചെയ്യുന്നതിലൂടെ നമ്മുടെ IP അഡ്രസ്സ് ട്രാക്ക് ചെയ്യപ്പെടും. പല ഓൺലൈൻ തട്ടിപ്പുകളും ഇത്തരത്തിൽ നമുക്ക് വാട്സപ്പ് കോളുകളാണ്. ഈ വാട്സപ്പ് കോളിലൂടെ നമ്മുടെ IP അഡ്രസ്സ് ട്രാക്ക് ചെയ്യാതിരിക്കുന്നതിന് വേണ്ടി ഇത് ഓൺ ചെയ്ത് കൊടുക്കാം. വാട്സപ്പ് കൊണ്ടുവന്ന സെറ്റിങ്സാണ്. മൂന്നാമത്തെ ഏറ്റവും മുകളിലുള്ള ബ്ലോക്ക് അൺനോ അക്കൗണ്ട് മെസ്സേജ് എന്നാണ്. നമ്മളുടെ വാട്സപ്പിലേക്ക് നമ്മളറിയാത്ത ഏതെങ്കിലും നമ്പറിൽ നിന്ന് നിരന്തരം മെസ്സേജ് വരുന്നുണ്ടെങ്കിൽ, നമ്മളറിയാതെ നമുക്ക് മെസ്സേജ് വരുന്നുണ്ടെങ്കിൽ അത്തരം മെസ്സേജുകൾ തൽക്കാലം ബ്ലോക്ക് ചെയ്യാൻ ഉള്ളൊരു ഓപ്ഷനാണ്. ഇതും എനേബിൾ ചെയ്ത് കൊടുക്കുക. ഇത് കൂടുതൽ യൂസ്ഫുൾ ആയിട്ടില്ല. വാട്സപ്പ് വരുന്ന അപ്ഡേറ്റുകളൊക്കെ കൂടുതൽ ഇതിൻ്റെ ഫീച്ചർ കൊണ്ടുവരും. ഇപ്പോൾ നിലവിൽ ഈ ഒരു ഫീച്ചർ വാട്സപ്പ് അവതരിപ്പിച്ചിട്ടുണ്ട്. അതായത് നമുക്ക് അറിയാത്ത നമ്പറിൽ നിന്ന് നിരന്തരം നമുക്ക് ശല്യം ചെയ്യുന്ന മെസ്സേജ് വരുന്നുണ്ടെങ്കിൽ അത് വാട്സപ്പ് തന്നെ മനസ്സിലാക്കി ഓട്ടോമാറ്റിക്കായിട്ട് ആ മെസ്സേജ് ബ്ലോക്ക് ചെയ്യും. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് മറക്കാതെ ഷെയർ ചെയ്ത് കൊടുക്കുക. ഇതുപോലുള്ള വ്യത്യസ്തമായ അറിവുകളുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.